ശിശിരങ്ങൾ കടം വാങ്ങും ഓരോ രജനിയാമം. ശിശിരങ്ങൾ കടം വാങ്ങും ഓരോ രജനിയാമം. എങ്ങോ കൊഴിയും നേരം എന്റെ ഹൃദയം തേങ്ങി. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. മിഴിയൂരം നിലാവലയോ പനിനീർമണിയോ കുളിരും മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. ശലഭങ്ങൾ സ്വരം മൂളും ഏതോ മുരളീഗാനം. ശലഭങ്ങൾ സ്വരം മൂളും ഏതോ മുരളീഗാനം. നിറയും സുരഭിമാസം ഇനിയും വരുമോ വീണ്ടും. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. മിഴിയോരം നിലാവലയോ പനിനീർമണിയോ കുളിരും മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. Thank you. ഹന ചേച്ചി. ബ്യൂട്ടിഫുൾ ആയിരുന്നു ഹന. താങ്ക് യു ചേച്ചി. പിന്നെ ആരുടെ മുമ്പിലായി പാടിയേ? ജെറി അമൽദേവ് സാർ. സാറിന്റെ മുമ്പില് സാറിന്റെ പാട്ട് പാടാൻ പറ്റിയല്ലേ? അതെ ഭയങ്കര ഒരു ഭാഗ്യല്ലേ? അതെ ചേച്ചി. കാരണം ഞാൻ എങ്ങനെ പാടി എന്നല്ല, എനിക്ക് അങ്ങനൊരു വലിയ ആളുടെ മുന്നിൽ വെച്ച് പാടാൻ പറ്റി. അതാണല്ലേ? എന്നാ ചോദിക്കൂ സാറിനോട്. സാർ എന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? Hannah, you sang extremely well. താങ്ക് യു സാർ. പാടുന്നതിൻ്റെ ഓരോ സെക്കൻഡും ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. എനിക്കൊരു ചെറിയ കറക്ഷനേ പറയാനുള്ളൂ, അതിൽ തെറ്റില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം 98% ഹാനയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ആ 2% വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാണ്. അതായത് മിഴിയോരോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറ, ഇത്ര മതി. യു ആർ ഡൂയിങ് എ ലിറ്റിൽ ബിറ്റ് മോർ ദാൻ ദാറ്റ്. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ. ഞാൻ ഹൗ ആർ യു സിംഗിങ് ഇറ്റ്? ഞാൻ മഞ്ഞിൽ അങ്ങോട്ട് പോണ്ട, വളരെ ഒതുക്കി ഒന്ന് പഠിക്ക. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സാർ, ഇതുപോലൊരു ബ്യൂട്ടിഫുൾ സോങ് ഞങ്ങൾക്ക് തന്നതിന് താങ്ക് യു സോ മച്ച്. എങ്ങനെയോ സംഭവിച്ചു, എനിക്കറിഞ്ഞൂടെ എങ്ങനെ വന്നു. എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, ഷാനിക്ക. ഷാനിക്ക, നന്നായിട്ട് പാടാൻ പറ്റി എന്ന് തോന്നുന്നുണ്ടോ? ആം, ചെറിയ തോതിൽ. സി, അതിന്റെ കമ്പോസർ ആണല്ലോ ഇരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റിനെക്കാളും വലിയൊരു ജഡ്ജ്മെന്റ് ഇനി ഈ പാട്ടിനില്ല കിട്ടാൻ. നന്നായിട്ട് പാടി പോണം, നല്ല ഫീൽ ഉണ്ടായിരുന്നു. എനിക്ക് ആകെ ഫീൽ ചെയ്ത ഒരു 1-2 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ
ജാനകിയമ്മ കുളിരോ എന്ന് പാടുമ്പോൾ നമുക്ക് ആക്ച്വൽ കുളിര് ഫീൽ ചെയ്യും. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മഞ്ഞൾ വിരിഞ്ഞ പൂവേ കേൾക്കുന്നുണ്ട് മോളെ കേട്ടോ. ആ ഒരു സസ്റ്റൈനിൽ ആ ഒരു പൂവേ പകരം ആ ഒരു പൂവ് ആ ഒരു സൗണ്ടിങ് വരുന്നുണ്ട്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ബാക്കി വെരി നൈസ്, വെരി സ്വീറ്റ്. താങ്ക് യു സർ. ജെറി സർ, ഇതിന്റെ റെക്കോർഡിംഗ് ടൈമിലുള്ള മെമ്മറീസ് ഒന്ന് ഷെയർ ചെയ്യോ സർ? ബിജു തിരുമല സാർ ആ ലിറിക്സ് പറഞ്ഞു കൊടുത്തു. ജാനകി അമ്മയ്ക്ക് ഞാൻ ട്യൂൺ ഇങ്ങനെ മൂളി കൊടുത്തു. അപ്പം അവരൊരു ബ്ലോട്ടിംഗ് പേപ്പർ പോലെയാണ്. പറഞ്ഞ പോലെ അങ്ങ് പാടും. ഒന്നും സ്വന്തമായിട്ടൊന്നും ആഡ് ചെയ്യില്ല. അതെനിക്ക് വലിയ ഇഷ്ടമായി. ബിക്കോസ് നമ്മളുണ്ടാക്കുന്ന ഒരു പാട്ടിന് അതിൻ്റേതായ ഒരു ക്യാരക്ടർ വരുന്നത് അതിൻ്റെ ഒത്തൻറ്റിസിറ്റിയിലാണ്. വേറെ അഡീഷണൽ മൃഗങ്ങളും കണങ്ങളും എന്തൊക്കെയാണ് മീണ്ടുകൾക്കൊന്ന് ആഡ് ചെയ്താൽ അത് പോയി. സോ മാഡം വളരെ ക്ലിപ്തമായിട്ട് തന്നെ ഒതുക്കി ഒരു അത് ഈ പാട്ട് ആക്ച്വലി ഫാസിൽ സാർ എന്നോട് പറഞ്ഞൊരു പെൺകുട്ടി വീട്ടിലിങ്ങനെ മുറിയിൽ ഒരു ചൂലെടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂളിപ്പാടുന്ന പാട്ടുന്നതാണ്. അപ്പം അതിൻ്റെ അകത്തത് വലിയ ഓർക്കസ്ട്ര ഒന്നും ഇല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വളരെ ഒതുക്കി ഓൾമോസ്റ്റ് ലൈക്ക് എന്താ പറയുക, തന്നെത്താൻ കേൾക്കാൻ വേണ്ടി പാടുന്ന പോലെ അവർ പാടി. അത് മനോഹരമായിട്ട് വരികയും ചെയ്തു. എൻ്റെ ആ പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജാനകി അമ്മ എന്നോട് പറഞ്ഞു, പാട്ട് വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. ശരത് സർ. ഹന സർ, ഇത് ചെയ്ത ജെറി സാർ തന്നെ പറഞ്ഞു അദ്ദേഹത്തിന് ഇഷ്ടമായെന്ന്. അതിൻ്റെ അപ്പുറത്ത് നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. എങ്കിലും അനുപല്ലവി ചരണങ്ങൾ കുറച്ച് കൺട്രോൾഡ് ആവാൻ തോന്നി. പിന്നെ ഈ ലിറിക്ക് തരുന്ന ഇമോഷൻ നമ്മളിലേക്ക് എത്തണ്ടേ. ജെറിമാഷ ആ ഒരു ചെറിയ സംഭവം പറഞ്ഞു, അതിന് വളരെ അർത്ഥമുണ്ട്. കാര്യം ചുമ്മാതല്ല അതൊരു കമ്പോസറുടെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കാൻ കഴിഞ്ഞു, പാടി കേൾപ്പിക്കാൻ കഴിഞ്ഞു. കുറേ സന്തോഷം. അതിൻ്റെ സ്ഥിരം പറയുന്ന മണ്ടത്തരങ്ങളൊന്നും വന്നില്ല ഇന്ന് വായിൽ. ഏതെങ്കിലും നല്ലൊരു പാട്ട് നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി. ഹന. ഓ മാം. ഹന എന്റെ സുന്ദരി ഓ അസലായിട്ട് പാടി. താങ്ക് യു മാം. നമുക്കൊക്കെ എന്താ പറയാ, ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ട്. പിന്നെ ജെറി മാഷിന്റെ മുമ്പിൽ വെച്ച് പാടാന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. നന്നായി പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. മോളുടെ വോയിസ് നല്ല രസമുണ്ടായിരുന്നു ഈ പാട്ടിനകത്ത് കേൾക്കാൻ. സ്പെഷ്യലി ഈ മ്യൂസിക് ഒക്കെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മാത്രമല്ലേ കേൾക്കുന്നത്. അവിടെ 2-3 കാര്യങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ച് എഴുതി. കോമ്പറ്റീഷൻ ആയതുകൊണ്ട് മാത്രം എഴുതിയതാ. അപ്പം അത് ശരത് സാർ പറഞ്ഞു കഴിഞ്ഞു, ഷാനും പറഞ്ഞു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ. 8.7. താങ്ക് യു സർ. ഷാനിക്ക. 8.6. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി. മോളൂസേ, മാർക്ക് താ, ഞാൻ ഈ ഗാനക്കുടത്തിലേക്ക് ഇടുന്നു. താങ്ക് യു മാം. ഓക്കെ, സോ ടോട്ടൽ 17.3. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഹനയുടെ പെർഫോമൻസോട് കൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആയി. പക്ഷെ അതിനു മുന്നേ ജെറി സാറിന് നമ്മുടെ അമൃത ടിവിയുടെയും സൂപ്പർ സ്റ്റാറിന്റെയും വക ഒരു സ്നേഹ ആദരവുണ്ട്. അപ്പോൾ സാർ ഒന്ന് സ്റ്റേജിലേക്ക് വരണം. അതോടൊപ്പം അത് നൽകാനായിട്ട് ശരത് സാറിനെയും ഷാനിക്കേനെയും മഞ്ജരി ചേച്ചിനെയും കൂടെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കാം. ജെറി സർ, വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഇനി സമയം കിട്ടുമ്പോഴൊക്കെ സാർ വരണം കേട്ടോ. എന്നെ വിളിച്ചാൽ ഞാൻ വരും. അപ്പൊ ജെറി സാറിനെ പൊന്നാട അണിയിക്കാൻ ഷാനിക്കേനെയും മഞ്ജരി ചേച്ചീനെയും ഞാൻ ക്ഷണിക്കുന്നു. ഓക്കെ, ഇനി സാറിന് ഒരു മൊമെന്റോ. ശരത് സർ. ഇതുവഴി പോയിടും ഋതു പലതെന്നാലും